ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. വേറൊന്നുമല്ല, എൻ്റെ കോൺവെക്കേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഏകദേശം ഞാൻ ഗ്രാജുവേറ്റ് ആയി ഇറങ്ങിയിട്ട് ഒരു 1.5 ഇയേഴ്സ് എബോ ആയി. പക്ഷേ ഞങ്ങളുടെ കോൺവെക്കേഷൻ നടക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ പഠിച്ചത് മലപ്പുറം കുറ്റിപ്പുറമുള്ള എംപയർ കോളേജ് ഓഫ് സയൻസിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ബാച്ചിൻ്റെ കോൺവെക്കേഷൻ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു മെഗാ കോൺവെക്കേഷൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ, ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ, അങ്ങനെ ഞങ്ങൾ 3 ബാച്ചിൻ്റെ കോൺവെക്കേഷൻ ഒരുമിച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിന് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കോളേജിന്റെ വാല്യൂ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ബിക്കോസ് ബാക്കിയുള്ള പാരാമെഡിക്കൽ കോളേജസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോളേജ് അടിപൊളിയായിരുന്നേ. കാരണം വേറെ ഒന്നുമല്ല, സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻസിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ആക്റ്റീവ് ആക്കുക, അങ്ങനെയുള്ളൊരു തീം കൂടെ കോളേജിനുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ആയിട്ട് നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കോളേജിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നോ ഒന്നുമല്ല. ഞാൻ ഫീൽ ചെയ്ത എൻ്റെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഒരു ഡേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഐ വാസ് സെലക്ടഡ് ആസ് എ സ്റ്റാർ സ്റ്റുഡൻറ്റ് ഫ്രം മൈ ക്ലാസ്. എൻ്റെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത്. ആൻഡ് ആ ഒരു സന്തോഷം എനിക്ക് അവരുടെ ഫേസിൽ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ ഏറ്റവും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഉപ്പാനെയായിരുന്നു. ഈ പ്രവാസ ലോകം എന്ന് പറയുന്നത് ഒരു ലൂപ്പായതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ ഉപ്പാക്ക് എൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. ആൻഡ് അതാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിൽ ആ സമയത്ത് എൻ്റെ കൂടെ ഇല്ലാണ്ടായി പോയത് എന്ന് ഞാൻ പറയും. കോൺവെക്കേഷന് പോയത് വെറുതെ ആയി, അല്ലെങ്കിൽ കോൺവെക്കേഷന് രജിസ്റ്റർ ചെയ്തത് വെറുതെ ആയി എന്ന് ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാം കൊണ്ടും ഒരു മെഗാ കോൺവെക്കേഷൻ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി തന്നെ ആയിരുന്നേ. ആൻഡ് ഫൈനലി ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് കോൺവെക്കേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗായ്സ്.